ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തിന് സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ. നിലവിലെ ജേതാവ് റോഡ്രിയാണ്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബാലൻഡിയോർ ഉള്ളത്. അതിനു വേണ്ടിയുള്ള 30 അംഗ നോമിനി ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. റയൽ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം, PSG സൂപ്പർ താരമായ ഒസ്മാൻ ഡെംബെലെ, അതുപോലെ തന്നെ PSG താരമായ ജിയാൻ ലൂയിജി ഡൊണ്ണാരുമ, ഡെസിയെ ഡുവെ, അതുപോലെ തന്നെ ഇന്റർ മിലാൻ താരമായ ഡെൻസൽ ഡംഫ്രിസ് എന്നിവരൊക്കെ ഈ നോമിനി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെർഹോ ഗിറാസി, വിക്ടർ ഗ്യോക്കേഴ്സ്, ഏളിംഗ് ഹാലൻഡ്, ഹഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ൻ, കീച്ച കോരഷ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, അലക്സിസ് മാക്കാലിസ്റ്റർ, ലൗറ്ററോ മാർട്ടിനസ്, കിലിയൻ എംബപ്പെ, സ്കോട്ട് മക്ടോമിനെ, നുനോ മെൻഡസ്, ജാവോ നെവസ്, മിഷേൽ ഒലീസെ, കോൾ പാൽമർ, പെഡ്രി, റാഫീഞ്ഞ, ഡക്ലാൻ റൈസ്, ഫാബിയാൻ റോയ്സ്, മുഹമ്മദ് സല, വിർജിൽ വാൻഡൈക്ക്, വിനീഷ്യസ് ജൂനിയർ, വീട്ടീഞ്ഞ, ഫ്ലോറിയാൻ വിഡ്സ്, ലാമിൻ യമാൽ. ഇങ്ങനെയാണ് 30 അംഗ നോമിനി ലിസ്റ്റ് വരുന്നത്. FC ബാഴ്സലോണ, അതുപോലെ തന്നെ PSG എന്നിവരുടെ ഒരു ആധിപത്യം നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്നും വളരെ വ്യക്തമാണ്. റയലിൽ നിന്നും കൂടുതൽ താരങ്ങൾ ഒന്നും ഇടം നേടിയിട്ടില്ല. അതേസമയം ജൂഡ് ബെല്ലിംഗ്ഹാം, കിലിയൻ എംബപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവരൊക്കെ ഇടം കണ്ടെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ആരായിരിക്കും ബാലൻഡിയോർ നേടുക? നിങ്ങളുടെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഏറ്റവും മികച്ച പുരുഷ പരിശീലകനുള്ള നോമിനി ലിസ്റ്റും അവർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. യോഹാൻ ക്രൈഫ് ട്രോഫി എന്നാണ് അത് അറിയപ്പെടുന്നത്. അന്റോണിയോ കോന്റെ, ലൂയിസ് എൻറിക്കെ, ഹാൻസി ഫ്ലിക്ക്, എൻസോ മരസ്ക, അർനെ സ്ലോട്ട്, ഈ 5 പരിശീലകരാണ് ഇപ്പോൾ ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ലൂയിസ് എൻറിക്കെ, ഹാൻസി ഫ്ലിക്ക്, ഈ 2 പരിശീലകരിൽ ഒരാൾ ഈ പുരസ്കാരം സ്വന്തമാക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഏറ്റവും മികച്ച പുരുഷ ക്ലബിനുള്ള നോമിനി ലിസ്റ്റും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. FC ബാഴ്സലോണ ഇടം നേടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോ ഇടം നേടി എന്നുള്ളതാണ്. കൂടാതെ ക്ലബ്ബ് വേൾഡ് കപ്പ് ജേതാക്കളായ ചെൽസി, അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ജേതാക്കളായ ലിവർപൂൾ, അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG എന്നിവർ ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. PSG-ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ ആ ഒരു പുരസ്കാര ദാന ചടങ്ങിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.